അനുവാദം ചോദിക്കുമ്പോൾ അതിൻ്റെ നേരെ മുന്നിൽ പോയി നിൽക്കരുത്. അതുപോലെ തന്നെ വീട്ടിലോ അതല്ലെങ്കിൽ മതിലിലോ എന്തെങ്കിലും ഓട്ടയോ ചെറിയ തുളയോ മറ്റോ ഉണ്ട് എങ്കിൽ അവിടെ പോയി നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ അവിടുത്തെ വീട്ടിന് മുൻപിൽ, ആ സഹാബി അദ്ദേഹം വീട്ടിന് മുൻപിൽ വന്നു നിന്ന് നേരെ വാതിലിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് അനുവാദം ചോദിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഹാകദ അൻക ഔ ഹാകദ, ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക അതല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക, നേരെ വീട്ടിന് മുന്നിൽ നിൽക്കരുത്. ഫഇന്നമൽ ഇസ്തിഅദാനു മിനൻ നദർ, അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനാണ്. എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ഉള്ളിലുള്ളത് കാണാതിരിക്കാനാണ്. ഒരാൾക്ക് താല്പര്യമില്ലാത്തത്, എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ കാണുന്നത് എനിക്ക് താല്പര്യമില്ലെങ്കിൽ അവരോട് തിരിച്ചു പോകാൻ പറയാനാണ്. അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനാണ്. അതുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ വാതിലിൻ്റെ ഇത് പല ആളുകളും ഇന്ന് തെറ്റിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ ഇതിനേക്കാൾ അപകടകരമാണ്. ചില ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ടാണ് അവൻ കയറിയത് നമ്മളറിയാം. വാതിൽ തുറന്നിട്ടുണ്ടാവും, ആൾ ഉള്ളിലൊക്കെ കയറിയപ്പോൾ റൂമിൽ ഇങ്ങനെ എത്തിയോ, ഞാൻ ഇവിടെ വന്ന് കുറേ നേരം ഒരാളെ കാണുന്നില്ല എന്ന് പറയും. വീട്ടിലേക്ക് കയറി വരരുത്, വീട്ടിലേക്ക് ഒരിക്കലും കയറി വരരുത്. ഒരാളുടെയും വീട്ടിലേക്ക് അങ്ങനെ കയറി പോകരുത്, ഒരാളുടെ വീട്ടിലേക്ക് കയറി വരരുത്. അതുപോലെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഇത്തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഉ ഐനഹു. ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് അവൻ്റെ അനുവാദമില്ലാതെ എത്തി നോക്കിയാൽ ആ വീട്ടുകാരെങ്ങാനും അവനെ നോക്കുന്നത് തടയാൻ വേണ്ടി വല്ല കമ്പോ മറ്റോ എടുത്തിട്ട് അവനെ തട്ടിയിട്ട് അവൻ്റെ കണ്ണെങ്ങാനും കുത്തി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് അവർക്ക് എന്തില്ല, ഖിസാസ് ഇല്ല. ഇസ്ലാമിക നിയമത്തിൽ ഒരാളുടെ കണ്ണ് പൊട്ടിച്ചാൽ അതിന് ഖിസാസ് ഉണ്ട്, നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലേ? അബദ്ധത്തിൽ ഒരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കിട്ടിയ കമ്പ് എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് തള്ളി, അതല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുള്ള സാധനം കൊണ്ട് അവനുണ്ട് എറിഞ്ഞു, അതുകൊണ്ട് അവൻ്റെ കണ്ണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമത്തിൽ അവന് യാതൊരു നഷ്ടപരിഹാരവും നൽകാൻ വിധിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരിക്കൽ ഇതുപോലെ ഒരു മനുഷ്യൻ, ചിലപ്പോൾ അറാബികളിൽ ചിലർ അറിവില്ലാത്ത ആളുകളാണ്, അവർ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരും, മര്യാദകൾ പാലിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുറിയിലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ എത്തി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചീപ്പ് കൊണ്ട് തൻ്റെ മുടി വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ലൗ അലിംതു അന്നക തൻദുർ ലതഅൻതു ബിഹാ ഫി ഐനിക്, നീ നോക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചീർപ്പുകൊണ്ട് ഞാൻ കണ്ണിൽ കുത്തിയാനെ. ഇന്നമാ ജുഇലൽ ഇദ്നു മിൻ ഖിബലിൽ അബ്സാർ, നോക്കുന്നത് തടയാൻ വേണ്ടിയാണ് അള്ളാഹു അനുവാദം ചോദിക്കുക എന്ന നിയമം വെച്ചിരിക്കുന്നത്. നോക്ക് നിങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾ നോക്കുന്നത് കണ്ടാൽ കിട്ടിയ അവസരം കൊണ്ട് കണ്ണു കുത്തി പൊട്ടിക്കാന്നല്ല. ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഒരാൾ കണ്ണു കുത്തി പൊട്ടിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അവനെ തള്ളി, പക്ഷേ അബദ്ധവശാൽ കണ്ണു പൊട്ടിപ്പോയി എങ്കിൽ അവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്ന് മാത്രമേ ഹദീസിന് അർത്ഥമുള്ളൂ. അതല്ലാതെ ഒരാളുടെ കണ്ണ് ബോധപൂർവം കുത്തിപ്പൊട്ടിക്കാം എന്ന് ഈ ഹദീസിന് അർത്ഥമില്ല. ശരി, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പാഠങ്ങൾ കൂടി പറയട്ടെ. ഒരു കാര്യം സഹോദരങ്ങളെ, അനുവാദം ചോദിക്കുമ്പോൾ പല ആളുകൾക്കുള്ള സ്വഭാവമാണ്. ഞാൻ അസ്സലാമു അലൈക്കും, ഞാൻ വീട്ടിലേക്ക് കയറട്ടെ, ആരാണത് എന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ അരികിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെന്നു. അദ്ദേഹം വാതിലിൽ മുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ദാ, അതാരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന, ഞാനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫകഅന്നഹു കരിഹ, അവിടത്തേക്ക് ആ വാക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ. ഒരാൾ നിന്നോട് ആരാണ് എന്ന് ചോദിച്ചാൽ നിന്റെ പേര് പറയും. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഫോൺ വിളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. ചില ആൾക്കാർ വിളിക്കും, എൻ്റെ സൗണ്ട് കേട്ട് മനസ്സിലായില്ലേ, ഇപ്പോൾ ഇത്രയൊക്കെയല്ലേ നമ്മളായിട്ടുള്ളൂ നിങ്ങൾ ബന്ധം എന്ന് ചോദിച്ച് കുറേ ഒരു 2-3 മിനിറ്റ് അവൻ മനുഷ്യൻ്റെ സമയം അയാൾ വേസ്റ്റാക്കി കളയും. പേര് പറയാം, ശബ്ദം കേട്ടാൽ എല്ലാവരും തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരാളോട് അനുവാദം ചോദിക്കുമ്പോൾ നിന്റെ പേര് ചോദിച്ചാൽ പേര് പറയും, അവന് മനസ്സിലാകുന്ന പേര് പറയും. ചില ആളുകൾ ചിലപ്പോൾ അവന് സ്വയം ഒരു പേരിട്ടുണ്ടാവും, അവൻ്റെ പേര് ചിലപ്പോൾ ഒരു പേരായിരിക്കും, അവൻ ചിലപ്പോൾ കുനിയത്തൊക്കെ വിട്ടിട്ടുണ്ടാവും, അബു അബ്ദുല്ല എന്നൊക്കെ ആയിരിക്കും അവനൊക്കെ. ആരാണ് അബു അബ്ദുൽ ഹേദ്, അബു അബ്ദുല്ല, അവനെങ്ങനെ മനസ്സിലാവുക? നിന്നെ അവൻ എങ്ങനെയാണോ അറിയുക ആ പേരിൽ നീ അവനോട് പറഞ്ഞു കൊടുക്കണം. നിന്നെ അവൻ എങ്ങനെയാണ് അറിയുക ആ പേരിലാണ് അവനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വാതിൽ മുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാതിൽ മുട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ കാലത്ത് ബെല്ലടിക്കലാണ്, ഒരിക്കലും പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ബെല്ലടിക്കരുത്, അടിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ ചെയ്യരുത്. അതല്ലെങ്കിൽ വാതിലിൽ
വാതിൽ പൊളിയുന്ന രൂപത്തിൽ പോയിട്ട് അടിക്കരുത്, പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സഹാബികളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അബ്വാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത് തുഖറഉ ബിൽ അദാഫീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലുകൾ സഹാബികൾ മുട്ടിയിരുന്നത് തങ്ങളുടെ നഖങ്ങൾ കൊണ്ടായിരുന്നു. നഖം കൊണ്ട് മുട്ടി എന്നുള്ളത് ആ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞാൽ നഖം കൊണ്ട് മുട്ടി നല്ല നേർക്ക് നേരെ നഖം കൊണ്ട് മുട്ടി നല്ല, മറിച്ച് അത്ര മര്യാദയോടുകൂടിയായിരുന്നു അവർ വാതിലുകളിൽ മുട്ടിയിരുന്നത്. അതിന് മുന്നിൽ അടിക്കരുത്, പതുക്കെ ആകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ്. ഏതൊരു കാര്യത്തിലും സൗമ്യത പാലിച്ചാൽ അതിന് ഭംഗിയുണ്ടാകും. സൗമ്യതയില്ലേ അതിന് ഭംഗിയില്ലാതെയാണ്. ആ കാര്യം ഈ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടതാണ്.